ഹായ്, ഇന്ന് വേൾഡ് നോ ടൊബാക്കോ ഡേ ആണ്. എല്ലാ വർഷവും മെയ് 31-ാം തീയതിയാണ് ഈ ഒരു ദിവസം ആചരിക്കുന്നത്. ടൊബാക്കോ അല്ലെങ്കിൽ പുകയിലയുടെ ഉപയോഗം ആരോഗ്യത്തിന് ദോഷകരമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാൽ തന്നെയും ലോകത്തിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം 1 കോടിയോളം ആളുകളാണ് ഈ ഒരു ടൊബാക്കോ യൂസ് മൂലം മരണപ്പെടുന്നത്. അത് ചെറിയ അസുഖങ്ങൾ മുതൽ ക്യാൻസർ പോലെയുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾക്കും കാരണമായി തീരാറുണ്ട്. ഒരു ഒബ്സ്ട്രറ്റീഷ്യൻ എന്ന നിലയിൽ ഈ ഒരു ദിവസം ആചരിക്കുമ്പോൾ എൻ്റെ മനസ്സിലോട്ട് കടന്നു വരുന്നത് ടൊബാക്കോയും ഒരു ഫീമെയിൽ ഹെൽത്തും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പും മറ്റുമാണ്. നമുക്കറിയാം, വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ളൊരു പ്രധാന കാരണം അബ്നോർമലായിട്ടുള്ള ഗ്യാമേറ്റുകളാണ്. തീർച്ചയായിട്ടും ടൊബാക്കോ യൂസ്, പുകയിലയുടെ ഉപയോഗം, അത് ആക്റ്റീവായിട്ടുള്ള ഉപയോഗമായാലും സെക്കൻഡ് ഹാൻഡ് ഉപയോഗം, അതായത് പാസീവായിട്ടുള്ള സ്മോക്കിംഗ് ആയാലും അതുണ്ടാകുന്ന ഡാമേജ് വളരെ ഗുരുതരമാണ്. DNA ഡാമേജുകൾ ഉണ്ടാകുന്നു. എഗിൻ്റെയും സ്പേമിൻ്റെയും ഒക്കെ ക്വാളിറ്റി വളരെയധികമായിട്ട് കുറയുന്നു. ഈവൻ പല ഹോർമോൺ ഡിസ്റ്റർബൻസുകൾ ഉണ്ടാകുന്നുണ്ട്. AMH പോലെയുള്ള ഹോർമോണുകൾ കുറയുന്നതിൻ്റെ ഒരു പ്രധാന റീസൺ ഈ ഒരു ടൊബാക്കോ യൂസ് ആണെന്ന് പല സ്റ്റഡീസും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം ആഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഉൽപ്പന്നം തന്നെയാണ് ഈ ടൊബാക്കോ എന്ന് പറയുന്നത്. അതോടൊപ്പം ഗർഭകാല സമയത്ത് ഈ ഒരു സബ്സ്റ്റൻസിനോട് എക്സ്പോസ് ആയി കഴിഞ്ഞാൽ വളരെയധികം കോംപ്ലിക്കേഷനാണ് ഉണ്ടാകുന്നത്. അബോർഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് ജന്മവൈകല്യങ്ങൾ ഉണ്ടാകുവാൻ ചാൻസ് ഉണ്ട്. അതോടൊപ്പം പ്രീ ടേം ഡെലിവറി, IUGR, അതായത് വളർച്ചക്കുറവുള്ള കുഞ്ഞുങ്ങൾ, പ്രീ എക്ലാംസിയ പോലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ കാരണമായിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് തന്നെയാണ് ഈ ഒരു ടൊബാക്കോ. അപ്പോൾ ഈ ഒരു ദിവസത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. സോ വി സേ നോ ടു ടൊബാക്കോ. താങ്ക് യു.